ഭദ്രേ, ഒന്ന് വരാവോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് പറ്റിയപ്പോൾ ഭദ്ര എന്നൊക്കെയുള്ള വിളി? സാധാരണ അങ്ങനെ അല്ലല്ലോ വിളിക്കുന്നത്. അത് പറയാം. നിങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുക. എനിക്കൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിലിപ്പോൾ എന്താ? ഇപ്പം പറ, എന്താ എന്നോട് പറയാനുള്ളത്? അത് ഭദ്ര, ഞാനിവിടെ 1ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ആ സമയം തൊട്ട് ഈ സമയം വരെ എൻ്റെ നെഞ്ചത്ത് ഒരു പെണ്ണും കെട്ടില്ല. എനിക്ക് അവളോട് ഇഷ്ടം, പ്രണയം അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ആരോടെ തോന്നിയിട്ടുള്ളത്? അത് ഭദ്ര, നീ എന്തി കാണിക്കുന്ന? ഒട്ടും മാറി, നീ എന്തിനാണ് അടുത്തിട്ട് വരുന്നത്? അത് ഞാൻ പറഞ്ഞ പെണ്ണ് നീയാണ്. ഭദ്രേ, ഭദ്രേ, ഞാൻ പറയട്ടെ. എടാ പൊട്ട, പ്രപ്പോസ് ചെയ്യാൻ പ്രപ്പോസ് ചെയ്തിട്ട് പോകണം, അല്ലാതെ അവളെ കയറി ഉമ്മിക്കല്ല ചെയ്യേണ്ടത്. അവളെ കയറി ഉമ്മിക്കാനൊന്നും എൻ്റെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവൾ എസ് പറയുകയാണെങ്കിൽ ഒന്ന് നോക്കാമെന്ന് എഴുതിയിരിക്കുമായിരുന്നു. പക്ഷെ അവളുടെ നോട്ടും അവളുടെ ചുണ്ടും കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയടാ. കൺട്രോൾ പോയണ്ട. ഇപ്പം വേണ്ട കർണത്തഞ്ച് വിരൽപ്പാടി ഇരിക്കുന്നത്. വേദന ഉണ്ടോടാ ദേവ? പോടാ തണ്ടി. അവൾ എന്നെ അടിച്ച് ലാസ്റ്റത്തെ പല്ലളി പോയെന്ന് തോന്നുന്നു. അയ്യോ, നീ ടെൻഷൻ അടിക്കാതെ ഒന്നും കൂടെ മനസ്സൊന്ന് സംസാരിച്ച് നോക്കുക. അപ്പം എല്ലാം ശരിയാവും. ഇപ്പം എന്തായാലും അകത്തോട്ട് പോവാം. സ്റ്റേജിൽ അവളിലേക്ക് പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത അവളാന്നൊക്കെ പറയുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നീ വാ. നീ ടെൻഷൻ അടിക്കാതിരിക്കടാ, നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞില്ലേ? നീ വാ. അടുത്തതായിട്ട് ഭദ്ര ബാലകൃഷ്ണൻ. ചന്ദ്രസമാഗമതീർത്ഥം പ്രണവം നാദമായുണരും തുടിയോ വേദകലാമൃത പുണ്യം പ്രകൃതിയും നിന്നിൽ വികൃതിയും നിന്നിൽ സ്വരങ്ങളിലായി ലയങ്ങളിലായി ശക്തി ഭദ്രേ. അങ്ങനെ ദേവൻ ഭദ്ര എടുത്ത് ഓടി സ്റ്റേജിനകത്ത് ചെല്ലുന്നു. ഭദ്രേ, എന്താടി കാലയിൽ നിൽക്കുക? ദേവൻ്റെ ഒരു പ്രവൃത്തി കണ്ട് സ്റ്റേജിന് താഴെ ഇരിക്കുന്നവരൊക്കെ അന്തം വിട്ടിരിക്കുക. അങ്ങനെ ദേവൻ ഭദ്രയും കൊണ്ട് എടുത്ത് താഴോട്ട് പോകുന്നു. എന്താടാ പറ്റിയത്? എന്തു പറ്റി? എടാ, ഇവളുടെ കാലത്ത് തന്നെ മുട്ടുസൂചി കയറിയേക്കുക. എടാ ദേവ, പെട്ടെന്ന് നടക്കുക, അതങ്ങനെ സെഫ്റ്റിക്കായ പ്രശ്നമാവും. എടുക്കണ്ട പ്ലീസ്. എടുക്കായിരുന്നു. എങ്ങനെയാ സെഫ്റ്റിക്കായി? എന്ത് ചെയ്യും? നീ കണ്ണടച്ചിരിക്കുക. കഴിഞ്ഞ് നിൽക്കുക. അതൊന്ന് മുറിവ് വെച്ചിട്ടെ. നീ ഇതിനെ കരയുന്നേ? എന്തു പറ്റി? ഇപ്പോഴും വേദന എടുക്കുന്നുണ്ടോ? അതല്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയില്ലല്ലോ. സാരമില്ല, പോട്ടെ. എടാ ദേവാ, എങ്ങനെയാടാ മുട്ടു സ്റ്റേജിൽ വന്നത്? അതവിടെ ഇങ്ങനെ കിടന്നതായിരിക്കും. എടാ, കിടന്നതാണെങ്കിൽ ഭദ്രയുടെ മുന്നേ ഡാൻസ് കളിച്ച് കുറച്ച് പേരുണ്ടല്ലോ, അവരുടെ കാലിൽ നിന്നത് കൊള്ളാഞ്ഞത്. ഭദ്രയുടെ മാത്രം കാലിൽ കയറാനായിട്ട് അവിടെ എന്തോ നടന്നിട്ടുണ്ട് ദേവാ. അത് നമുക്ക് കണ്ടുപിടിക്കണം. അതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. നന്ദൻ പറയുന്നതിനും കാര്യമുണ്ട് ദേവാ. പക്ഷേ അതാരാ? നമുക്കതറിയത്തില്ലല്ലോ. കണ്ടുപിടിക്കാനൊരു വഴിയുണ്ട്. എന്ത് വഴി? ആ സ്റ്റേജിലത്തെ കർട്ടൻ ഇടുന്നവനില്ലേ, അവനെ അങ്ങ് പൊക്കിയാൽ മതി. എല്ലാം സത്യമാവാൻ പറയടാ. എങ്ങനെയാടാ മുട്ടുസൂചി അവിടെ വന്നത്? എനിക്കറിയത്തില്ല. അപ്പം നീ സത്യം പറയത്തില്ല അല്ലേടാ? പ്ലീസ്, ഇനി എന്നെ അടിക്കരുത്. എന്നാ പറ, ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്? പറയടാ, ആരാടാ എന്നോട് പറഞ്ഞത്?
രോഹിത്തോ? അതെ, അവനോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. എന്തിനാ? അത് അവന് ഭദ്രന് ഇഷ്ടമായിരുന്നു. അവൻ അവളെ പ്രപ്പോസൊക്കെ ചെയ്തു, പക്ഷെ അവൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വാശിക്ക് വന്നിട്ട് അവനങ്ങനെ ചെയ്യാൻ എന്നോട് പറഞ്ഞത്. ഞാൻ അത്രേ ചെയ്തുള്ളൂ. എന്നെ ഇനി വെറുതെ വിടണം. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. എടാ ദേവാ, നീ എന്താ അടുത്ത ചെയ്യേണ്ടത്? കാണിച്ചു കൊടുക്കാതെ അവനാണ് നടക്കട്ടെ. What's going on here? 8 പേരും എൻ്റെ സ്റ്റാഫ് റൂമിൽ വന്നേക്കണം ഈ നിമിഷം തന്നെ. അവിടെ ചെന്ന് തീരുമാനിക്കുന്നതിന് ആർക്ക് ഡിസിഷനും സസ്പെൻഷനും കിട്ടുന്നത്. മിസ്, ഞാനല്ല തുടങ്ങിയത്, ഇവനാദ്യം തുടങ്ങിയത്. ഷടാ, എല്ലാത്തിൻ്റെയും വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട്. അവരും കൂടെ അറിയട്ടെ മക്കളുടെ തോന്നിവാസം എന്താക്കി അവിടെ നടക്കുന്നത്. എന്നാ മാഡം, ഞങ്ങളെ വിളിച്ച കാര്യം? നിങ്ങളുടെ പുത്രൻ എന്താ ഇവിടെ കാണിച്ചു വിട്ടെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഇതാണ് പുറകോട്ട് നോക്ക്, അവൻ്റെ കോളം തന്നെ കണ്ടില്ലേ? ഗ്രൗണ്ടിൽ കിടന്ന അടിയായിരുന്നു ഇന്ന്. സോറി മാഡം, ഈ പ്രാവശ്യത്തിന് ക്ഷമിക്കണം. എത്ര നാളാണ് ഞാൻ ഈ ക്ഷമിക്കുന്നത്? ഒരു കാര്യം ചെയ്യും, ഇനി മക്കളെല്ലാവരും കൂടെ ഒരാഴ്ച അങ്ങ് വീട്ടിലിരിക്കുക. പരീക്ഷ ആയിട്ട് മാത്രമേ ഞാൻ ഒറ്റ അങ്ങനെ പറഞ്ഞു വിടാത്തത്. നിനക്കെന്നെ നാണം കെടുത്തിയപ്പോൾ സമാധാനമായല്ലോ. ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇത്രയും ചീത്തപ്പരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എൻ്റെ വീട്ടുകാർക്ക്. ഞാൻ ചെയ്ത അത്ര വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അനന്ത പറയട്ടെ ചിപ്പി, അവൻ പറയട്ടെ. ജനിച്ച അന്ന് മുതൽ തുടങ്ങിയതാ അവന്. നിന്നോട് വല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കോ? പോട്ടെ, എനിക്കോ ഇവക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ നിന്നെ കൊണ്ടോ? ഇല്ലല്ലോ. ഭൂമിക്ക് ഭാരമായിട്ടോണ്ട് നിന്നോളൂ. നിർത്തുന്നുണ്ടോ? നീ ഇപ്പോഴും അവനെ പുനരാരംഭിച്ചോണ്ടിരുന്നോ? ഞാൻ പോവാ. മോനെ അനന്ത, വാതിൽ തുറന്നേ. ഞാൻ കഥ ചാരിട്ടിട്ടോളമ്മ, കേറിക്കോ. എന്തിരിപ്പാടത്? ഒന്നും കഴിക്കാതെ ബാ കഴിക്കാം. എനിക്ക് വേണ്ടമ്മ. അച്ഛൻ പറഞ്ഞിട്ടാണ് മോനെ വിഷമിച്ചിരിക്കുന്നത്. അച്ഛനപ്പം ദേശത്തെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി ഇരുന്നാലോ? എങ്ങനെയാ? ബാ കഴിക്കാം.
അനന്ത. വേണ്ടമ്മ. എന്ത് പറ്റിയാലോ ഞാൻ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? പോട്ടെ, സാരമില്ല. ഞാൻ ജനിക്കാൻ പാടില്ലായിരുന്നല്ലമ്മ. എന്താടി പറയുന്നേ? നീ എന്നതീ പറയുന്നേ? അച്ഛനെന്ന് പറഞ്ഞമ്മ കേട്ടല്ലേ. നാട്ടുകാർക്ക് ഉപകാരമില്ല, വീട്ടുകാർക്കും അമ്മയ്ക്കും അച്ഛനും ആർക്കും ഒരു ഉപകാരമില്ലല്ലോ ഞാൻ. നീ അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെ നിനക്കറിയാം, പോയൊരു കോടാലി നിനക്കറിയത്തില്ലേ? പിന്നെ എന്തത്തിന് എന്നെ പോനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? സോറി. ആ പോട്ടെ സാരമില്ല, പോട്ടെ. കരയല്ലേ? നിൽക്ക്, ഞാൻ ചോറ് എടുത്തിട്ട് വരാം. വേണ്ട. ഞാൻ പറഞ്ഞാൽ നീ കഴിക്കില്ല? കഴിക്കും. ആ എന്നാൽ ഞാൻ എടുത്തിട്ട് വരാം. കരയല്ലോ. അവള് കിടന്നോ? ആ അവള് കിടന്നു. പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ പറഞ്ഞ് ഓരോന്ന് ആലോചിച്ച് ഇരിക്കില്ല കേട്ടല്ലോ. കിടക്കിടന്ന് ഉറങ്ങിക്കോണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മ. സോറി അമ്മ, എനിക്ക് പോയേ പറ്റൂ. എനിക്കിവിടെ എങ്ങനെ ജയിക്കണം. ഭദ്ര. ഏട്ടാ, അനന്തനെ കണ്ടോ? ഞാൻ ഇതിന് അവൻ്റെ കാര്യം നോക്കണം. ഏട്ടൻ ഇന്നലെ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞു അവൻ്റെ മുഖത്ത്? അവൻ ഒരു തെറ്റ് ചെയ്തു, അത് പോട്ടേന്ന് വെക്കണം. പിള്ളേരാകുമ്പോൾ തെറ്റുകുട്ടികളൊക്കെ പറ്റും. ഏട്ടൻ തന്നെ സ്കൂളിൽ അടി ഉണ്ടായിട്ടില്ലേ? ഇല്ലെന്ന് എന്നോട് കള്ളമൊന്നും പറയണ്ട. അടി ഉണ്ടായിട്ടെന്ന് എനിക്ക് തന്നിട്ടേ. നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പഠിച്ചത്. എടി, ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എൻ്റെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വേണ്ട അവസ്ഥ ഞാൻ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ കാര്യം. അവനെ കാണുന്നില്ല. കൊച്ചു നോക്ക്. അവൻ അവരുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെല്ലാം പോയതായിരിക്കും. അല്ല, അവൻ എവിടെ പോവാനാ? നീ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നേ? അവൻ ഉടനെ വരും. അല്ല ഏട്ടാ, എൻ്റെ മനസ്സെന്തോ പറയുന്നുണ്ട്. എനിക്ക് പേടിയാകുന്നുണ്ട്. നീ ഓരോന്നാലോചിച്ച് ഈ തല ചൂടാക്കണ്ട. അവൻ കുറച്ച് മുമ്പ് വരും. നീ പേടിക്കാതിരിക്കുക. അമ്മ, എന്താ മോളെ? ചേട്ടൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ. ഇതെന്താ ലെറ്ററോ? അമ്മ, ഇത് ഞാനാ, അമ്മയുടെ സ്വന്തം അനന്തൻ. ഞാൻ പോവാമ്മ. അമ്മ ഈ ലെറ്റർ വായിക്കുമ്പോൾ തന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. എനിക്ക് തന്നെ അറിയത്തില്ല ഇവിടെ പോകുന്നത് തന്നെ. എനിക്ക് എവിടെയെങ്കിലും ജയിക്കണം അമ്മ. ഞാൻ പോവാം എന്ന് അമ്മയുടെ പ്രിയപ്പെട്ട അനന്തൻ. മോനെ. ചിപ്പി, ഇതാരാ വന്നേക്ക് നോക്ക്. 10 വർഷം നമ്മളിട്ട് പോയ നമ്മുടെ മോനെ അനന്ത, എന്തിനാടാ ഞങ്ങളെ കിട്ടിട്ട് പോയത്? അതമ്മ, എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. ഞാനെന്ത് ചെയ്യാനാ? അല്ല, ആ കത്തിനകത്ത് ആരൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ വലിയ ആളായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം എന്താടാ? നീ വാളയാർത്ത് തെമ്മാടിയാന്നും അല്ലല്ല, തെമ്മാടിയല്ല, നീ അവിടുത്തെ റൗഡിയാന്നൊക്കെ എനിക്കറിയാം. ഈ ഒരു ചീത്തപ്പേരിന് കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അതുമായി തൃപ്തിയായി. ഏട്ടാ, നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? അവൻ വന്ന് കയറിയല്ലേ ഉള്ളൂ. എന്തിനാ അവൻ എന്തൊട്ട് ഇങ്ങനെ കയറുന്നത്? ആണെങ്കിൽ തന്നെ എന്താ ഏട്ടൻ കയറാൻ തന്നെയാണ് ഉണ്ടായത്. നീ കയറി വാടാ. എൻ്റെ അമ്മ ഒടുക്കത്തെ അഭിനയം തന്നെ. ഇതൊക്കെ എന്തെൻ്റെ മോനെ. ഹലോ അമ്മ, ഞാനാ അനന്തൻ. മോനെ. എടാ, നീ എന്താ അച്ഛനോട് പറയാഞ്ഞേ? നീ റൗഡിയൊന്നും അല്ല, ഒരു ഡോക്ടറാന്നൊക്കെ. പോരാത്തിന് വാളയാർ. ഇങ്ങനെ എന്താണ് ഈ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മ, അത് വേറൊന്നുമല്ല. ഈ തന്തപ്പടിയെ ഞാൻ പോയി അന്ന് തൊട്ട് എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ അറിയുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഞാനായിട്ടിട്ടു ട്രാക്കാം. അങ്ങനെ കുറച്ചാണ് അനുഭവിക്കട്ടെ. ഒരു മനസ്സത്. തുടങ്ങി ഭർത്താവിന് സ്നേഹം. ദേവാ, മോനെ,
എഴുന്നേക്കടാ, രാവിലെ ആയി. അമ്മ എഴുന്നേക്കുക. മിസ്സേ ഞാൻ പോവാട്ടോ. ആ മിസ്സേ ശരി. ഭദ്ര ടീച്ചറെ, എന്താ ടീച്ചറെ നമ്മൾ നിന്റെ മൈൻഡ് ഇല്ലാത്ത? ഒന്നിലും ഞാൻ നിന്റെ അമ്മാവനല്ലേടി. അമ്മാവനെ അമ്മയുടെ മക്കളുടെ ആര് നോക്കിയാൽ മതി, എൻ്റെ ആര് നോക്കാൻ വരണ്ട. എൻ്റെ അച്ഛനും അമ്മയോട് വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഈ വഴിക്കൂരം കണ്ടിട്ടില്ലെന്നല്ലോ, പിന്നെ തന്നെ ഇപ്പം വരുന്നേ. കൈ വിറോ തുടക്കത അവിടെ നിൽക്കുന്ന ഭദ്ര ടീച്ചറെ. നിന്റെ തന്ത മനുഷ്യപ്പിളയാ, ഞാൻ നിന്റെ തറലോട് ഒരുപാട് തവണ ചോദിച്ചതാ, ഇഷ്ടം പോലെ പൈസ തരാം നിന്നെ ഒരു തവണെങ്കിലും എനിക്ക്. പക്ഷെ അവള് സമ്മതിച്ചില്ല. ഇപ്പൊ അവരുടെ അനുബോധം എനിക്ക് വേണ്ടല്ലോടി. വേണം, ഒരാൾ അനുബോധം വേണം. ദേവാനന്ദൻ്റെ എനിക്കില്ലാത്ത എന്താടി അവനുള്ളത്? പിന്നെ അവൻ നിന്റെ ആരാ? അവന് നിങ്ങളെപ്പോലല്ല, അവന് നട്ടലുണ്ട്. ആണുങ്ങളല്ലേ നട്ടലാണ് വേണ്ടത്. പിന്നെ അവനെൻ്റെ എല്ലാവാ. നിങ്ങൾക്കെന്താ? രാഘവോ, അവളങ്ങ് വിട്ടേക്ക്.